നമുക്ക് മലയാളികൾക്കും അതുപോലെ തന്നെ മോഹൻലാലിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം പകരുന്ന അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പുരസ്കാര നിറവിൽ. ഇതിനിടയിൽ ആഹ്ലാദം പങ്കുവയ്ക്കാൻ മോഹൻലാൽ കൊച്ചിയിലെത്തി. ഇന്ന് രാവിലെ 10:30 മണിയോടെ കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കൊപ്പം മോഹൻലാൽ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവയ്ക്കും. അതിന് പിന്നാലെ മോഹൻലാലിൻ്റെ വാർത്താ സമ്മേളനം നടക്കും. ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ. എന്താ പറയണ്ട, ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി, രാജ്യത്തിന് നന്ദി, ആ ജൂറിക്ക് നന്ദി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ അല്ലേ? അങ്ങനെ സംഭവിച്ചു. അതിൽ ഒരുപാട് സന്തോഷം. അല്ല, ഇത്ര നാൾ 48 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന, എൻ്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകും. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, ഇന്ന് 10:30 മണിക്ക് അദ്ദേഹം കേക്ക് മുറിക്കുന്നു, ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദഭരിതമായ നിമിഷത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. തീർച്ചയായും എസ് കെ എൻ, അത് മോഹൻലാലിന് മാത്രമല്ല മലയാളത്തിന് ഒന്നാകെ കിട്ടിയ പുരസ്കാരമായിട്ടാണ് ഈ നാട് അത് ആഘോഷിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ അത് പ്രായപരിധികൾക്കപ്പുറത്തേക്ക് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുകയും വിനയത്തോടെ അദ്ദേഹം അത് ശിരസ് കുനിച്ച് കേൾക്കുകയും ചെയ്യുന്ന ആ പേരിന് കൂടെ കിട്ടിയ അംഗീകാരമായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഇന്ത്യയിലെ തന്നെ മഹാരഥന്മാരുടെ പട്ടികയിലേക്ക് അദ്ദേഹം നടന്നു കയറിയിട്ട് അത് ആരാധകഹൃദയങ്ങളുടെ കാലങ്ങൾക്ക് മുൻപാണ്. ആ പട്ടിക ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.